ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പത്രം മാറ്റി പുതിയ പ്രമുഖ നമ്മുടെ ആദർശം മാളവികയും തമ്മിൽ പൊരിഞ്ഞ ചർച്ചയാണ്. എന്നാലും ആരാണ് ആ കിങ് കോബ്ര, ആരാണ് ആ മെയിൻ ശത്രു, എന്തായിരിക്കും അവരുടെ ലക്ഷ്യം, പോരാത്തതിന് മെസ്സേജ് ഒക്കെ അയക്കുന്നത് അയാള് ശത്രുവാണോ മിത്രമാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാളവികയും ആദർശം തമ്മിൽ മുട്ടൻ ഡിസ്കഷൻ ആണേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അനാമികയുടെ അച്ഛൻ നവീൻ വക്കീലിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, എന്തെങ്കിലും ഒരു നഷ്ടപരിഹാര തുക, ഒരു അത്യാവശ്യം നല്ലൊരു തുക, ഞങ്ങളുടെ കടമൊക്കെ തീർക്കാനുള്ള തുക സാറ് എങ്ങനെയെങ്കിലും ആ അനന്തമൂർത്തിയുടെ അടുത്ത് മേടിച്ചു തരണം എന്ന് നമ്മുടെ അനാമികയുടെ അച്ഛൻ ഇങ്ങനെ താഴ്മയായിട്ട് പറയുവാണേ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവ്യ ഉണ്ടല്ലോ, നവ്യ ഒരു കൂട്ടുകാരിനെ ഏൽപ്പിക്കുന്നുണ്ട്. അതായത് എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ മുതലാളിയുടെ യഥാർത്ഥ പേര് എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തി തന്നെ അത് എത്രയും വേഗം ആദർശേട്ടന്റെ കയ്യിൽ എത്തിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണ് മോനെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ടൻ ട്വിസ്റ്റ് ആണ്. നമ്മുടെ നയന ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടെ വെച്ച് തലകറങ്ങി വീഴുകയാണ്. ആ സെയിം സമയത്ത് ആ സെയിം സ്ഥലത്ത് നമ്മുടെ മുത്തശ്ശൻ ഉണ്ടാകുകയും മുത്തശ്ശൻ നമ്മുടെ നവ്യയെ താങ്ങി പിടിക്കുകയും ചെയ്യുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ പ്രൊമോന്റെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരുന്നതിനെ കാണട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.